ഈ ഒരു യാത്ര മാത്രമേ ഈ ദിവസം ഇവിടെ അവസാനിക്കുന്നുള്ളൂ. ഇനി അങ്ങോട്ടുള്ള യാത്രകളുടെ ഒരു തുടക്കം ഇവിടം തന്നെ നിന്നാവട്ടെ. ഈ ട്രൗസർക്ക് എങ്ങനെ വില? 100 രൂപയെ? 100, 200, 250 തൊട്ട് വളരെ ലോ പ്രൈസ്, ചീപ്പസ്റ്റ് എന്ന് വേണം പറയാൻ. ഒരുപാട് ഡ്രസ്സുകൾ ഇതുപോലെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അറിയില്ല ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ എത്രത്തോളമാണെന്നൊന്നും അറിയില്ലെങ്കിലും ഒരുപാട് സെയിൽ അവിടെ നടക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ ഷർട്ടാണല്ലേ? എന്താടാ എല്ലാം കഴിഞ്ഞ ഷർട്ടാണല്ലേ നോക്കിയാ? ഷർട്ടല്ല, ഇത് ട്രൗസർ. ഇത് കൊച്ചു പിള്ളേരുടെ, ആമ്പിള്ളേരുടെ മുണ്ട്, സെറ്റ് മുണ്ട് പോലും ഇല്ല. കാണാൻ വയ്യ, കണ്ണാടി ഇല്ല. എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ വീട്ടു സാധനങ്ങളിലേക്ക് എത്തി. ഇത് ഏതെടുത്താലും 50 രൂപ. ഇതില്ലാമ ക്വാളിറ്റി ഉണ്ടാവോ? എന്താ പറഞ്ഞത്? എല്ലാം കഴിഞ്ഞ് വീട്ടു സാധനത്തിലോട്ടെത്തി. ഇത് വെച്ച് ഇറച്ചി മീനും ഉണ്ടാക്കി തന്ന കഴിക്കോ? ചെറുതായിട്ട് കുറ്റം മുഴുവൻ നമുക്ക്. കഴിക്കാനല്ലേ അറിയ സാധേവാ. എനിക്ക് എന്ത് വാങ്ങണം എന്ത് വാങ്ങണ്ട എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അതായിരുന്നു മെയിനായിട്ട്. എല്ലാവിധ സ്പൈസസും അവിടെ ഉണ്ടായിരുന്നു. അതിന് വില കുറവിൽ തന്നെയായിരുന്നു. അയ്യോ, ചെറുതിലേ കണ്ട മറ്റേ ഇതിനെന്താ പറയുക, ജെൽ മിഠായി എന്താ പറയുന്നത്, എനിക്ക് പേരൊക്കെ മറന്നുപോയി. കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഇതൊക്കെ കുറേ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്, സ്കൂളിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ. ഒമ്മോ എന്ത് രസം! മറ്റേ കോയിൻ മിഠായി, എന്താണ് മറ്റേ ഇത് പുളിയിഞ്ചില്ലേ എന്ന് പറയുന്ന എനിക്ക് ഇതിലൊന്നും പേരുകൾ അറിയില്ല. പക്ഷേ ജോക്കർ മിഠായി തൊട്ട് പുളിമിഠായി തൊട്ട് എല്ലാ സാധനങ്ങളും, ഇങ്ങനത്തെ സാധനങ്ങൾ എവിടെ കണ്ടാലും എനിക്ക് അപ്പം നെസ്റ്റ് കയറി വരും. എനിക്ക് ഭയങ്കരമായിട്ട്. കാരണം അന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല നമ്മളുടെ ഏറ്റവും നല്ല കാലഘട്ടമാണ് പോയതെന്നൊന്നും. അണ്ടിപ്പരിപ്പിന്റെയൊക്കെ ഒരു വലിയൊരു ശേഖരം തന്നെയുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും വാങ്ങിയില്ല. എനിക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ. എനിക്കങ്ങനെ ആവശ്യമുണ്ട് എന്നുള്ളതല്ല, മമ്മി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. എങ്കിലും ഇത് കാണുമ്പോൾ നമ്മൾ എങ്ങനെ വാങ്ങിക്കാതിരിക്കും? അതൊന്നും നമ്മളൊരു വീട്ടമ്മയായിട്ട്, ഒരു കുടുംബിനി ആയ ഞാൻ. പെരിഞ്ചീരകം, ഗ്രാമ്പൂ, കടുക്, പിന്നെ കറുകപ്പട്ട, ഉലുവ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കാര്യമായിട്ട് പർച്ചേസ് ചെയ്തത്. എനിക്ക് കുറച്ചുകൂടി കുറേ സാധനം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനോ സാധനങ്ങളെല്ലാം കൂടി അതൊക്കെ തമിഴ് പേസുന്നു. നിനക്ക് ഈ മുറി തമിഴ് വെച്ചിട്ട് ഞാൻ എല്ലാ സ്ഥലത്തും രക്ഷപ്പെട്ടു വരുന്നുണ്ട്. ഓരോ സ്ഥലത്തുനിന്ന് ഓരോന്ന് വാങ്ങിക്കാതെ ആൾക്കാർ ഓടിച്ചിട്ട് തല്ലിയിരുന്നു. നോക്കട്ടെ, വേറെ ഉണ്ടാവും. വേറെ പുളി, മറ്റേ നമ്മളിങ്ങനെ ഇതാക്കി കഴിക്കുന്ന പുളി. എനിക്ക് കട്ടല്ല ഇനിയുണ്ട്. അങ്ങനെയുണ്ടെന്നാ വയറുളവോ അന്നൊക്കെ കുഴപ്പമില്ല. ഇന്നിപ്പോ വയറുള്ള കാണുന്നത് കഴിക്കാതിരുന്ന് കഴിക്കണായോണ്ട്. ഞാൻ വേറെ പറയണേ, എന്നെ നീ ഒരു സ്ഥലത്തുനിന്ന് രക്ഷപ്പെടുത്തിയില്ലല്ലോ. നീ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെടില്ല. പൂക്കാരന്റെ ഇടയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയില്ല, എന്നെ അവിടെ ഇട്ടിട്ട് പോയി. പിന്നെ അപ്പൊ ഇതെവിടെ? എന്റെ മൊബൈൽ എവിടെ? ഇത് ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് ആണ്. ഇവിടെ 50 രൂപ. നീ മേടിച്ച 150 രൂപയ്ക്കല്ലേ? 150 രൂപയ്ക്കല്ലേ നീ മേടിച്ചിട്ട് വന്നത്? 100 രൂപയ്ക്ക്. കണ്ടാ ഞാൻ പറഞ്ഞത്? ഇതിൽ എണ്ണ ഒഴിച്ച് ഇത് എത്ര ദിവസം വെക്കണം? എണ്ണ ഒഴിച്ച് ഒരു ദിവസം. ഇത് ഒരാഴ്ചയൊക്കെ വെച്ചാലും നല്ലതാ. ഒരു റെഡ് കളർ എണ്ണ വരും. ചില സ്ഥലത്ത് 150. മൂന്നാറിലൊക്കെ പോയാൽ എനിക്കോട് അതിനെക്കാട്ടി റേറ്റ് ആയിരിക്കും. കണ്ടേ, ഈ സാധനം ഇവിടെ ഇനി വേറെ എങ്ങും പോയി മേടിക്കരുത്. ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ വേറെ എവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കന്യാകുമാരിയിൽ വെറും 50 രൂപയുള്ളു. ഇത് 100 രൂപയ്ക്ക്, 150, 200, 200 പല സ്ഥലത്തും വിൽക്കും. ഇവിടെ വന്ന ഒരു ചാക്ക് വാങ്ങിപ്പോവാ. അവിടെ പാട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാ കടകളും അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ, അത് കാരണം. അപ്പോഴാണ് മറ്റേ മാല, എല്ലാ ഡ്രസ്സിന്റെ കളറിലെയും മുത്തുമാല അവിടെ കിടക്കുന്നുണ്ടത്. അതിന് നല്ല വിലക്കുറവ്. എനിക്കാണ് അതിന് ഇവിടെ നമ്മളുടെ ഇതിലും വിലക്കുറവാന്ന് തോന്നുന്നു, നാട്ടിലും.
എല്ലാ കളറും എൻ്റെ ഡ്രസ്സിൻ്റെ ഞാൻ ഇട്ടിരുന്ന സാരിയുടെ തൊട്ട് എല്ലാ കളറും ഉണ്ട്. പക്ഷേ അതൊരു ഭയങ്കര എന്താ പറയുക, തീരെ അങ്ങ് ലോ ലെവലിലുള്ളതായിരുന്നു. അത് കാരണം ഞാനത് വാങ്ങിയില്ല. പക്ഷേ എല്ലാ ഡ്രസ്സിൻ്റെ കളർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയും കൂടെ ഒന്ന് കയറി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയതാട്ടോ. അടയ്ക്കാൻ പോകുന്ന സമയമാണ്. ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഏതെടുത്താലും 30 രൂപയുടെ സെക്ഷനായിരുന്നു അത്. പക്ഷെ അത് കുറച്ച് റേറ്റ് കൂടുതലാണ്, ഏതെടുത്താലും 30 രൂപ എന്നുള്ളത്. പിന്നെ പൊന്നോണ്ട് ഞാൻ ഏതോ ഒരു ചെറിയ ക്ലിപ്പോ എന്തോ കൊണ്ട് എടുത്തു എന്ന് തോന്നുന്നു. അല്ലാതെ കാര്യമായിട്ടൊന്നും അവിടെ നിന്ന് പർച്ചേസ് ചെയ്തില്ല. ഞാൻ തൊട്ടപ്പുറത്തുനിന്ന് സ്പൈസസ്, അതെനിക്ക് ആവശ്യമുള്ള സാധനം, എനിക്ക് വീട്ടിലത്തേക്ക് അടുക്കളയിലത്തേക്ക് ആവശ്യമുള്ള സാധനം ആയത് കാരണമാണ് അതെടുത്തത്. പിന്നെ പൊന്നൂന് ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തു, ഒരു പേളിൻ്റെ. അപ്പം അല്ലാതെ വേറെ ഒന്നും ഞാൻ അങ്ങനെ അവിടെ നിന്ന് കാര്യമായിട്ട് എടുത്തിട്ടില്ല. ശരിക്കും ഇതൊരു അറിഞ്ഞും കണ്ടു പോയി അങ്ങനെ ഒരു നമ്മൾ പ്ലാൻ ചെയ്ത് പോയൊരു ട്രിപ്പൊന്നും അല്ലല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാ പോരായ്മ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള ബാഗും സാധനങ്ങളും ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ട്രാവലിങ്ങിന് ഉള്ള ആ ഒരു സെറ്റപ്പോട് കൂടി പോകുന്നതാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ. നിൽക്കുന്ന നിപ്പ് കണ്ട ഗർഭിണികളെ പോലെ ഉണ്ട്. എനിക്കിങ്ങനെ ഈ സാരി തീരെ അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ വല്ല ഇതിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ല ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ സാധനം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ അതൊരെണ്ണം പൊന്നൂന് എടുത്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊരു പേളിൻ്റെ ഒരു ക്ലിപ്പാണ്. ചെറുതിലേ തൊട്ടേ ഇതുപോലെ എവിടെ പോയാലും പൊന്നൂന് അങ്ങനെ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളാണ് ഇപ്പം ഈ വീട്, ഈ ഫ്ലാറ്റ് മുഴുവൻ ഇരിക്കുന്നത്. ഇതുപോലെ പൊന്നൂന് വാങ്ങിയത് സമയമില്ല. അല്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇതാ ഞാൻ അവിടെ 20 രൂപയുടെ സാധനങ്ങൾ കുറേ ഇരിക്കുന്നുണ്ട്. എനിക്ക് അങ്ങോട്ടും കൂടി പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഏകദേശം അപ്പം തന്നെ 10-11 മണിയൊക്കെ ആയി ഒന്നാമത്തത്. രണ്ടാമത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഞാൻ അവിടെ കയറി പറ്റി. ഞാൻ പറഞ്ഞു ഒന്നും ഞാൻ പർച്ചേസ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് അവിടെ കയറിയതാണ്. എന്നിട്ട് ഞാൻ ആ എടുത്ത സാധനത്തിന് അവിടെ തുപ്പാക്കി ഇരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. തുപ്പാക്കിയിരിക്കുന്നു. ആൺകുട്ടികളൊന്നും ഇല്ലല്ലോ വീട്ടിൽ, അത് കാരണം തുപ്പാക്കി വാങ്ങിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ ഷാർപ്പ് ഷൂട്ടറാണ്. പക്ഷേ ഈ തുപ്പാക്കി വെച്ചിട്ട് അത് പറ്റത്തില്ലല്ലോ, ലൈസൻസ് എടുക്കണം. എനിക്കങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് മതി വരണില്ല. വീണ്ടും ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ പോയും വന്നും കളിക്കുക. ഈ കുഞ്ഞുങ്ങളുടെ ടോയ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൊന്നൂന് എൻ്റെ പുതിയ വീടിന് പണി തീർന്നില്ല, പക്ഷെ അവിടത്തെ ഒരുപാട് കാട്ടും നിറച്ച് എൻ്റെ പൊന്നൂനുള്ള കളിപ്പാട്ടങ്ങളാണ്. പണ്ട് ചെറുതിലേ എനിക്കും അങ്ങനെയായിരുന്നു. ഇപ്പോൾ മമ്മി അവിടെ നിന്ന് അഴിച്ചു തരണമാണെങ്കിലും ആവശ്യമാണെങ്കിലും വീട്ടിൽ വേറെ കുട്ടികളൊന്നും ഇല്ലാത്തത് കാരണം എല്ലാവരും, പിന്നെ വീട്ടിൽ വിരുന്നിനും എൻ്റെ കല്യാണത്തിന് പോലും ഇതുപോലെ എനിക്ക് എന്തോ ഇതേപോലെയൊക്കെ സാധനങ്ങളും കൊണ്ടാണ് എല്ലാവരും വന്നത്. കാരണം കല്യാണം കഴിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും അന്നും കൊച്ചായിരുന്നു, +2 കഴിക്കുന്ന സമയം കൂടി അല്ലായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത സാധനത്തിൻ്റെ ബില്ലൊക്കെ ഞാൻ ഗൂഗിൾ പേ ചെയ്തു. എന്തോ തമാശ പറഞ്ഞു, പക്ഷേ എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല എന്താണ് എന്നുള്ളത്. പിന്നെ അവിടെ വേറെ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഒന്നുമില്ല. അതാ ഞാൻ പൊന്നൂന് എടുത്തൊരു ക്ലിപ്പ്. എനിക്കൊരു ബാർബി ഡോളിനെ പോലെ ഇരുന്ന് ഞാൻ അവളെ ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് ഇതാക്കിക്കൊണ്ട് കിടന്നത്. പക്ഷെ ഇത്രയും നടന്നിട്ടും ഇത്രയും ഇതാക്കിയിട്ടും ടയർഡ്നെസ് എന്ന് പറയുന്നൊരു സാധനമല്ല. പിന്നെ വിയർപ്പ് എന്ന് പറഞ്ഞ സാധനമില്ലല്ലോ, അതാണ് ഏറ്റവും വലിയൊരു ഗുണം അവിടെ. വീണ്ടും ഞാൻ പോയി നോക്കുക ഇനി വേറെ എന്തെങ്കിലും കളറുണ്ടോ, വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നൊക്കെ. കാരണം നമുക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് പണ്ടൊന്നും ഞാൻ ഇങ്ങനെ അങ്ങനെ ഈ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഇതൊന്നും ഇങ്ങനെ തലയിൽ ഇതില്ലായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനത്തെ ബാഗ് എടുക്കാൻ പോവാ. ബാഗ് അതിന് മേടിച്ച സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുപോകാൻ വേണ്ടേ? പുള്ളി ഫോളോവറാ. നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തുനിന്ന് പുള്ളി അവിടെ നിന്ന് കണ്ടതാ. പുള്ളിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഇവിടെ നിന്നും കണ്ടു. എന്നിട്ട് പുള്ളിക്ക് ഇതാക്കായിരുന്നു. എനിക്ക് എപ്പോഴേ മനസ്സിലായി. പിന്നെ ബാഗ് വേണ്ടേ? ഈ വാങ്ങിയ സാധനങ്ങൾ എങ്ങനെ എന്തിനു കൊണ്ടുപോകും? രാവിലെയാ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ തുള്ളിപ്പുറക്കി മേടിച്ച സാധനങ്ങൾ. സിബ് ഉണ്ടാ? ഇത് കാണാൻ പറ്റുമോ? താഴെ വേറെ ഉണ്ടോ? ഇതോ? ആ അതിന്റെ താഴെ ഉണ്ടോ? കാണാൻ പറ്റും. അതേ ഉള്ള. എനിക്ക് ബാഗ് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ ക്വാളിറ്റി ഇല്ല. അതാണ് ഞാനത് പിന്നെ തിരിച്ചങ്ങ് വെച്ചത്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒറ്റ ബാഗും കൂടെ ആയാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളും, ബാക്കിയെല്ലാം ഫില്ലായി. ക്വാളിറ്റി
അവര് കേൾക്കാറ് ഞാൻ ആ ക്വാളിറ്റി ഇല്ലാന്നുണ്ട് അത് എന്റെ ഫേസിലാക്കാറ്. ഇതെന്താ വില ഇതിന്? അത് പകലാണോ രാത്രിയാണോ ഭംഗിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഭംഗിയാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടി അവിടെ പുതിയ പുതിയ ബിൽഡിങ്ങുകളും പുതിയ പുതിയ എന്താ പറയുക അവിടെ ഇപ്പോൾ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇതിനെക്കാട്ടിയും ആയിരിക്കും. ചെറുതില്ലേ ഇതാ? അത് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാ മനസ്സിലായി, ബാക്കിലോട്ട് മടക്കിയിട്ട് വെക്കാനല്ലേ? ഇതെന്താ വില? 150. എല്ലാ കടകളും ക്ലോസ് ചെയ്ത് അവിടെ കടകളെല്ലാം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇതിനെന്താ ആരതി ഒഴിഞ്ഞ് കളയണത് എന്താണ് ഇതിന് എനിക്കറിയില്ല. അത് എനിക്കവിടെ ആരോടും ചോദിക്കാനുള്ള സമയവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ എന്തെങ്കിലും കണ്ണേറോ ദോഷങ്ങളോ എന്തെങ്കിലും അത് കത്തിച്ച് കളയുന്നതായിരിക്കും അല്ലേ. അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഇത് വെറും 50 രൂപയുള്ളൂ ഒരു ഷർട്ടിന് എന്ന് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഇവർക്കിത് എങ്ങനെ മുതലാവുന്നു എന്ന്. കാരണം മുൻപ് തിരുപ്പൂർ കമ്പനി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ തൂക്കി വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പലതും ക്വാളിറ്റിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് എങ്ങനെയാണ് ഈ 50 രൂപയ്ക്ക് അവരിങ്ങനെ കൊടുത്തിട്ട് മുതലാവുന്നത്? ഞാൻ പറഞ്ഞു ഈ ഫോൺ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു, മര്യാദക്ക് പറഞ്ഞ. പൈസ മുഴുവൻ പോയി, ഇപ്പൊ ബാലൻസിന് ഒന്നും ഉണ്ടാവത്തില്ല. തിരിച്ചെങ്ങനെ വണ്ടിക്കൂലി അവിടെ? എനിക്ക് എന്തെങ്കിലും നാളെ ഞാൻ എന്തെടുക്കും? ഇത് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി ഇവിടെ അവിടെ ഇവിടെ കിടന്ന് നിരങ്ങി. നീ ഇതിനെ കഴിയിട്ടോ. എടാ ഇതിന് ഇങ്ങനെ ഞാൻ നാളെ ഉടുക്കും. ഇത് മുഴുവൻ പോയി എന്ത് ചെയ്യും? ഒരു എന്താണ് പറഞ്ഞ പ്ലാനിങ് ഇല്ലാതെ വന്നാ എവിടെ പോണെങ്കിലും എന്തെങ്കിലും എടുത്തേക്കണം. ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കണോ? നാളെ ബ്ലൗസ് 2-3 ഇരിപ്പുണ്ട്. ഏതെങ്കിലും ഒരു സാരി, ഒരു കുറഞ്ഞൊരു സാരി ഏതാ ഉള്ളത്? വരട്ടെ. സത്യത്തിൽ കാലൊന്നും അനക്കാൻ വയ്യ എനിക്ക്. ആ നല്ല തണുപ്പുള്ള തറയിൽ കാല് ഡയറക്റ്റ് വെക്കുമ്പോ പിന്നെ അനക്കാൻ കഴിയില്ല. എന്നാലും പക്ഷെ ഒരു 1 ടൈം യൂസ് അകത്ത് ഭയങ്കര ആർഭാട്. ഇതൊക്കെ എന്താ പറയുക അമ്മ? 500 മിക്കവാറും എനിക്ക് വീട്ടിൽ ഒരു സെറ്റ് എന്റെ മിക്കവാറും ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടി എനിക്ക് വീട്ടിലൊരു സെറ്റിന്റെ കട തുടങ്ങാം. ഓ ഇത് സെയിമാ. ആ മറ്റേ മിസ്സിസ് മലയാളി മങ്കയ്ക്ക് കിട്ടിയ എൻ്റെ ഗിഫ്റ്റ് കിട്ടിയ സാരി സെയിമാ, ഡിസൈൻ സെയിമാ. അതിനാ മറ്റേ ബ്ലാക്ക് ബ്ലൗസ് ഇപ്പൊ തയ്പ്പിച്ച്. ആ സെയിം ഇതുണ്ട് ഓൾറെഡി. അതുണ്ട് സെറ്റ് സാരിയിൽ തന്നെ. മുണ്ടും നേരിയതും ഇല്ലല്ലോ. ഇതാണെങ്കിൽ 350 വരോ? അയ്യോ എന്താ ശരിക്കും വെള്ളം കുടിക്കണം, ബാത്റൂമിൽ പോണോ, എല്ലാം അർജന്റ്. എന്ത് ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പുറത്ത് കണ്ട എന്റെ പച്ചയും ഗ്രീനും പോലെ, അല്ല മഞ്ഞയും ഇതിന്റെ ഗ്രീൻ അപ്പുറത്ത് കണ്ട് അതിന്റെ സെയിം തന്നെയാണത്. സെയിം മെറൂണ്. ഗ്രീൻ അവിടെ കണ്ട്. കഴിഞ്ഞില്ലേ? ഞാന് ഇതെന്താ ഇതെന്നത്? വാവ്, ഇതാടാ ക്യാരംസ്. എല്ലാം കഴിഞ്ഞ് അവസാനം അഴഞ്ഞ് അവിടുന്ന് സാരി വാങ്ങിയില്ല. പിറ്റേ ദിവസം ഒരു ദിവസത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അവർ അണ്ടം കീറിയ റേറ്റ് ഫുട്പാത്ത് സാധനത്തിന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് മേടിക്കുന്നത്? അപ്പോൾ അത് കാരണം ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും ഇതാ ഒരു പയ്യനെ കണ്ട്. അവർ പയ്യനുണ്ടായിരുന്നു, അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു.
അവൻ അവിടെ നിന്ന് ഞാൻ ചെറുതിലെ ഇത് ഒരുപാട് ഇങ്ങനെ ഇതിനെന്താ പറയുക, എനിക്ക് ഈ ബബിൾസ് ഇങ്ങനെ ഊതി കളിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തോന്നി അവൻ്റെ ആ കളി കണ്ടപ്പോഴത്തേക്കും. ഞാൻ അങ്ങനെ അവൻ്റെ കയ്യിലിരിക്കുന്ന അത് സാധനം എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കും ക്യാരംസ് ആയിരുന്നു. എനിക്ക് അവൻ്റെ എന്താ എനിക്കറിയില്ല, എനിക്ക് എന്താ പറയേണ്ടത്. എനിക്ക് ഭയങ്കര സന്തോഷമായി അവനെ കണ്ടപ്പോഴത്തേക്കും. അവനാ ചെയ്ത അതിങ്ങനെ ഊതി കളിക്കുന്ന കണ്ടപ്പോഴത്തേക്കൊക്കെ. കാരണം എനിക്ക് ഈ കുഞ്ഞിലത്തെ കാര്യങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും എടാ ഒന്ന് മിണ്ടടാ, എടാ എടാ കള്ളച്ചെറുക്കൊന്ന് മിണ്ടടാ. അതിലിതൊക്കെ മറ്റോ നല്ല സ്മാർട്ടാ, അവന് ആൻസർ പറയണല്ല. ഇവനോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അവൻ്റെ ബ്രദറായിരുന്നു ആൻസർ പറഞ്ഞിരുന്നതൊക്കെ. അവനതങ്ങനെ ഊതി ഊതി കളിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, കുഞ്ഞു കുട്ടികളോട് നമുക്ക് ഭയങ്കര ഇഷ്ടം. ബാഗ് ചെറിയ റേറ്റേ ഉള്ളൂ. അത് ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴേ ഇതുപോലെയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ കുറേ ഇപ്പം ഞാനിപ്പോൾ മറ്റേ ഇത് എന്താ വിക്ടോറിയ സീക്രട്ടിൻ്റെ കുറേ ട്രാവൽ ഇത് കുഞ്ഞു കുഞ്ഞു ഇത് കൊണ്ടുപോകില്ലേ ഈ എൻ്റെ പേഴ്സണൽ ബിലോങ്സ് ഇടാൻ വേണ്ടിയിട്ട്, ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിന് പകരം ഇതുപോലത്തെ ഒരെണ്ണം ആണെങ്കിൽ ഒരു 1-2 ദിവസത്തേക്ക് ഇതിൽ ബ്രാൻഡഡ് അല്ലെന്നേ ഉള്ളൂ. അത് കല്ലുവല്ലേ, ഇപ്പം ബ്രാൻഡഡ് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ വിക്ടോറിയ സീക്രട്ടിൻ്റെ ഒരു 4 വയ്ക്കുമ്പോഴത്തേക്കും ഒരു ട്രോളി ഇറങ്ങി. പക്ഷേ ബ്രാൻഡഡും ഇത് തമ്മിൽ വ്യത്യാസം. പക്ഷേ അത് 2000 ഒരു ചെറിയ പൗച്ചിന് ഇത് ഇത്രയും എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരെണ്ണത്തിന് 100 രൂപ. അത് കുഞ്ഞ് 5 മേടിച്ചപ്പോൾ 10,000 രൂപ തീർന്നു. 0-2 പോയി ഇതൊക്കെ. നമ്മൾ ഈ ലോക്കൽ യാത്രകൾക്ക് അതെടുത്ത് നശിപ്പിക്കാൻ വേണ്ടല്ലോ. ഇതൊക്കെ ഇതുപോലെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രെയിൻ ബസ് യാത്രകളൊക്കെ പോകുമ്പോൾ നിന്ന് കാല് കഴിച്ചിട്ട് ഇതാപ്പോൾ ഇരുന്നിട്ടാണ് ഷോപ്പിംഗ് പരിപാടി. വീഡിയോ എടുത്ത് കളിക്കാതെ എനിക്ക് 2 സെലക്ട് ചെയ്തടാ. പൊന്നൂന് ഇതാക്കാടാ, പൊന്നൂൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വിൽക്കുകയും ചെയ്യാം. എല്ലാം കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റത്തെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള വയ്യ അനങ്ങാൻ വയ്യ. ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തോണ്ടിരുന്നുള്ള ചപ്പ് ചോറൊക്കെ വാങ്ങിക്കൊണ്ട് നടക്കുന്നത്. ഇത് എന്ന് തുടങ്ങിയ ശീലമൊക്കെ എന്ത് തിന്നാന്നാ ഡിന്നറിനാ? എന്ത് തിന്നാന്നാ? എന്ത് തിന്നാന്നല്ലേ ചോദിച്ചേ? ഞാനെന്ത് തിന്ന്? ഞാനൊരൊറ്റ പൂരി, പിന്നെന്താ കഴിച്ചത്? ഒറ്റ ചപ്പാത്തിയും. അല്ല ഞാൻ ഒന്നും കഴിച്ചില്ല. നീ പിന്നെ എന്താ ചോദിച്ചത്? അതല്ലേ ചോദിച്ചത് എന്ത് തിന്നാന്നല്ലേ? എന്താ തിന്നാന്നല്ല, ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തോണ്ടിരുന്നത് നീ എന്ന് തുടങ്ങിയ ശീലമൊക്കെയാണ് ഈ ചപ്പ് ചവറൊക്കെ വാങ്ങുന്നത്. എടാ ചപ്പ് ചവറല്ലടാ ഇത്, ബ്രാൻഡിന്റെ നയമില്ലെന്നേ ഉള്ളൂ. ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ബ്രാൻഡ് വന്നോണ്ട് 2 ഒതുങ്ങി, അല്ലെ ഇപ്പൊ അവിടെ മൊത്തം എടുത്തേനെ ഇങ്ങോട്ട്. എടാ ഇത് യൂസ്ഫുള്ളാ. ഇത് എല്ലാ സാധനവും മേക്കപ്പ് സാധനങ്ങള് എല്ലാ സാധനവും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബ്രഷ്, പേസ്റ്റ്, ബാക്കി ഇപ്പൊ മീൻസ് ഇപ്പം ചെറിയ വളയോ മാലയോ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ എല്ലാ പേഴ്സണൽ ബിലോങ്സ് ഒക്കെ ഇതിൽ യൂസ് ചെയ്യാൻ ഇതിലാക്കാൻ പറ്റും. അതൊക്കെ ക്ലൈം വരുമോ? ഇല്ല പറഞ്ഞു ഇല്ല. ഇത് കണ്ട ബ്രാൻഡിന്റെ പേരില്ലെന്നല്ലേ ഉള്ളു. ക്വാളിറ്റിക്ക് കുറവുണ്ടാ? അതുകൊണ്ടാ നമ്മൾ ബ്രാൻഡഡ് യൂസ് ചെയ്യണം. എന്തുകൊണ്ടാ? ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാ ബ്രാൻഡഡ് യൂസ് ചെയ്യുന്നത്, ബ്രാൻഡഡ് സാധനം യൂസ് ചെയ്യുന്നേ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അതാകുമ്പോ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടല്ലോ, ക്വാളിറ്റി ഗ്യാരണ്ടി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതേ ക്വാളിറ്റി ഉള്ള സാധനം വേറെ കിട്ടി ഞാൻ യൂസ് ചെയ്യും, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കന്യാകുമാരിയിലെ ഇന്നത്തെ ഷോപ്പിങ്ങും മറ്റും നിർത്തിക്കൊണ്ട് വൈൻഡപ്പ് പറയുക. ഇന്നത്തെ അലഞ്ഞു തിരിഞ്ഞ നടക്കലും എല്ലാം പട്ടുചന്തയ്ക്ക് പോയ പോലത്തെ ക്ഷേത്രത്തിന്റെ നടക്കിൽ നിന്നുകൊണ്ട് ക്യാമറാമാൻ അപ്പുവിനൊപ്പം ജിപ്സാ ബീഗം സൈനിങ് ഓഫ്. എന്താടാ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് രാവിലെ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് ക്ഷേത്രത്തിലോട്ട് റൂമിലോട്ട് നടന്നു പോകുന്ന വഴിക്ക് അവിടെ എന്തോ രഥമാണെന്ന് പറഞ്ഞു, അവിടെ എന്തോ ഉത്സവം നടക്കുക. അപ്പോൾ അതെന്തോ എഴുന്നള്ളത്തിനോ അങ്ങനെ എന്തിനോ ഉള്ള ഘോഷയാത്രയ്ക്കോ എന്തിനോ ഉള്ളതാണെന്ന് തോന്നുന്നു ഒരു രഥം. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ട് അത് കാണാൻ തന്നെ. പക്ഷെ അവിടെ നിന്ന് അങ്ങനെ നോക്കി നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാനോ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനോ ഒന്നും ഉള്ളൊരു ശാരീരിക മാനസിക അവസ്ഥയല്ലായിരുന്നു. അത്ര ടയേർഡായിരുന്നു. ആ തിരിച്ച് അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് കയറി വന്നത് തന്നെ ആ കൊച്ചു മോൻ അവനോട് ഇങ്ങനെ കാര്യം പറഞ്ഞ് കളിച്ചും ചിരിച്ചും കയറി വന്നതുകൊണ്ട് അവിടെ നിന്ന് ഈ മുകളറ്റം വരെ എത്തിയത് അറിയാതെ പോയത് അതുകൊണ്ടായിരുന്നു. അല്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ ആരെങ്കിലും എടുത്തോണ്ട് പോണേന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ.
ദി കാണുന്നതാണ് കന്യാകുമാരി പോലീസ് സ്റ്റേഷൻ. രാവിലെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് പോലീസ് ജീപ്പ് ഇറങ്ങി വന്ന എൻ്റെ ഫ്രണ്ടിൽ നിന്നായിരുന്നു എൻ്റെ രാവിലത്തെ ഫോട്ടോഷൂട്ടും റീൽസിന് ഒരു കുന്ന സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മാസമായിട്ട് ഇതൊന്നും ഇതുവരെ അപ്ലോഡ് ചെയ്തില്ല എന്നുള്ളത്. കാരണം ഇത് എൻ്റെ ഫോണിലെടുത്ത വീഡിയോ അല്ലായിരുന്നു, അതായിരുന്നു മെയിനായിട്ടുള്ള കാരണം. അങ്ങനെ ഇരുന്നെങ്കിൽ ഞാൻ ഡെയിലി ഇട്ട് തകർത്തേനായിരുന്നു. ഷോപ്പിംഗ് ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. എടാ ജ്യൂസ് ഒന്നും പോയി എടുക്കണോ? ഇത് ഐസ് ഇല്ലാത്തതാ? ആ വിത്തൗട്ട് ഐസിന്റെ ജ്യൂസ് ഒന്നല്ലോ. ജ്യൂസ് ഒന്നല്ലോ. എല്ലാം കഴിഞ്ഞ് കണ്ട പറ്റാതെ അലിക്കുലത്തെ സാധനങ്ങളെല്ലാം ചപ്പ് ചവറെല്ലാം വാരിതാക്കി. ക്ഷീണം കാണും, അത്രയും കടകൾ കയറി ഇറങ്ങിയിട്ടുണ്ടല്ലോ. നീ കന്യാകുമാരിയിൽ 10 കടയിൽ ഞാൻ കേറിയില്ല. 1000കണക്കിന് കട ഉണ്ട് അവിടെ. 10 ഞാൻ കേറിയില്ല. കേരളത്തിൽ എന്തുമാത്രം ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയില് താരമ്പോ പോണം, എന്നിട്ട് എല്ലാം ക്ലോസ് ചെയ്യാൻ പറഞ്ഞാണ്. നാളെ സുചീന്ദ്രത്ത് കൊണ്ടേ മധുരക്ക് പോയാലോ? മധുര ഡ്രസ് ഇല്ലിടാൻ തൽക്കാലം ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ 1 ടൈം യൂസിന് വേണ്ടി മേടിക്കാൻ അവിടെ എല്ലാം നല്ല റേറ്റാ. നോക്കാം, ഞങ്ങൾക്ക് പിന്നെ കിട്ടും. അല്ലെങ്കിൽ ഞാനൊരു വല്ല 50 രൂപ ഷർട്ട് വാങ്ങിക്കേണ്ടി വരും. ഒരു ഷർട്ട് വാങ്ങിച്ചാൽ പറഞ്ഞ കഴുകിട്ട് ഇടാനും പാടുള്ളൂ. അതെന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഏന്തി വലിഞ്ഞു അങ്ങനെ കയറി വന്ന് വരുന്ന സമയത്താണ് സൈഡിൽ ഇങ്ങനെ മീനുകളെല്ലാം മസാല കിട്ടും. നല്ല ചുമ ആയിട്ടും. ഇത് എന്ത് മസാലയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ ഇത് അകമൊന്നും വേവേ, അതിനുള്ളിൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. സ്ലോ ഫ്ലെയിമില് ഇങ്ങനെ വെന്തിട്ട് ഫ്രൈ ആയി, നല്ല ഉള്ളു മുഴുവൻ വെന്തിട്ട് ഫ്രൈ ആയിട്ട് ഇങ്ങനെ വരുന്നത് അടിപൊളി. മറിച്ചിടട്ടെ? വിട്ടെ പിടി. പണ്ട് ചെറുതിലായിട്ട് എവിടെ പോയാലും അവിടുത്തെ ആളാവും നമ്മൾ. പിന്നെ അങ്ങനെ ആരാണ് എന്താണ് എന്നൊന്നുമില്ല. ഏത് നാട്ടിൽ പോയാലും ഏത് രാജ്യത്ത് പോയാലും ശരി, മടിയൊന്നുമില്ല ഒരു കാര്യത്തിനും. ഇന്നലെ അടച്ച കടയിൽ നിന്ന് നാരങ്ങ മേടിച്ചിട്ട് അവിടെ നിന്ന് സ്വന്തമായിട്ട് പിഴിഞ്ഞ് ഇതാക്കി. കന്യാകുമാരി ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയുള്ള സീമോം ഫ്രഷ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. അവിടെയാണ്, ആ ഷോപ്പാണിത്. ഒറ്റ ദിവസത്തേക്കുള്ള ട്രിപ്പ് ആയത് കാരണം കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ ഒരു ഫേസ് വാഷ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അതൊക്കെ പിന്നെ അവിടെ നിന്ന് വാങ്ങിക്കേണ്ടി വന്നു തൊട്ടപ്പുറത്ത് അപ്പോളോയിൽ നിന്ന്. ഫേസ് വാഷ് എന്താണ് പാഡെടുത്ത്, പിന്നെ ഇതെടുത്ത്, എന്താണ് സ്കിൻ കെയർ ജെല്ലിൻ്റെ ഇതെടുത്ത്, സ്ക്രബ്ബർ എടുത്ത് 2 എണ്ണം, ബോഡി വാഷ് എടുത്ത്, പിന്നെ ഇത് 2 എണ്ണം എടുത്ത്, ഇത് 2 എണ്ണം എടുത്ത്. ബില്ലെടുക്കും. എന്തെങ്കിലും എടുക്കണ? അത് കില്ലാന്ന് അതെന്താ പറയാ? ഡെൻവർ സോപ്പ് இருக்கா? ഇല്ലേ? ഡെൻവർ അറ്റ്ലാസ്റ്റ് റൂമിലെത്തിയിരിക്കുന്നു. ഞാൻ സാരിയെല്ലാം അഴിഞ്ഞു പോയി കേട്ടാ, കുറച്ച് കഴിഞ്ഞ് പോയി. അറ്റ്ലാസ്റ്റ് ചാവി എവിടെ? ഞാൻ വെച്ച സാരിയൊക്കെ അഴിഞ്ഞു പോയി. കുറെ കഴിഞ്ഞ് പോയി കേട്ടാ. ഇവിടെ കഴിഞ്ഞു പോയി. അയ്യോ, ഇവിടെ കഴിഞ്ഞു പോയി. മൊത്തം കഴിഞ്ഞിരിക്കുക. പിടിക്കനെ വലിച്ചു പിടിച്ച് തറ മുഴുവൻ കിടന്നിട്ട് വീണ്ടും ബാഗ് വാങ്ങി. അയ്യോ, നിറയെ സാരി വലിച്ചഴിച്ച് പിടിച്ച് 3/4 ഭാഗം അഴിഞ്ഞു പോയി. പക്ഷെ ഒന്നും അറിഞ്ഞില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നോക്കുമ്പോഴാണ് അത് അറിയുന്നത്. അടിച്ചത് കുറച്ച് കൂടുതലായി പോയതുകൊണ്ട്. സാധാരണ അടിക്കണ ആദ്യം തന്നെ
ബ്രാൻഡിന്റെ പേര് പോലും അറിയില്ല, എന്നിട്ടാണ് ഡയലോഗ്. എന്താ സിഗരറ്റിന്റെ സ്മെല്ല്? ഇപ്പുറത്തെ റൂമിൽ. അയ്യോ, ആഹാ, ഹൽവക്കടയിൽ ഹൽവ നിരത്തി വെച്ചതുപോലെ പല നിറത്തിൽ പല വർണ്ണത്തിൽ പല ഐറ്റംസ് ആണ് ഒരു ടേബിൾ മുഴുവൻ നിരത്തി വെച്ചിരിക്കുന്നത്. വരുമ്പം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം എല്ലാം കൂടെ അങ്ങ് ഫുള്ളായിട്ട് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. മേക്കപ്പ് സാധനങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഒരു ഹിമാലയയുടെ ഒരു പൗഡർ, ഒരു ലിപ് ബാം, ഐബ്രോ പെൻസിലും മറ്റേ പെൻസിലുകളും, പിന്നെ ഒരു ലിപ്സ്റ്റിക്കും, അല്ലാതെ അങ്ങനെ കാര്യമായിട്ട് വേറെ സാധനങ്ങളൊന്നുമില്ല. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കൊണ്ടിട്ട കുരു വരും പറഞ്ഞിട്ട് അങ്ങനെ കൂടുതലായിട്ടൊന്നും കിട്ടാറില്ല. പിന്നെ വെറ്റ് ടിഷ്യൂ അതിപ്പോൾ മേടിച്ചതാണ്. പിന്നെ ബ്രഷും കാര്യങ്ങളും പേഴ്സിലൊക്കെ ആക്കി എല്ലാം ഭദ്രമായിട്ട് കൊണ്ടുപോയി ഓരോന്നിനും ഓരോ പേഴ്സും കാര്യങ്ങളും പ്രത്യേകം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണടയുടെ ബോക്സുകൾ, കൊട, അതുപോലെ ചെവിയിൽ വയ്ക്കുന്ന ഒരൈറ്റം, സ്വർണത്തിൻ്റെ മാലയും മോതിരങ്ങളും, പിന്ന് തികഞ്ഞില്ല സാരിക്ക് കുത്താൻ പറഞ്ഞിട്ട് പിന്ന് പോയി വാങ്ങിച്ചിട്ടുണ്ട്. 1 ഡസൻ പൊട്ട്, തിന്ന് വാങ്ങിയതടക്കമുള്ള കുറേ തലയിൽ വയ്ക്കുന്ന ക്ലിപ്പുകൾ, ചീപ്പ്, എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പുതിയ ബാഗ് ഉദ്ഘാടിച്ചെന്ന് തോന്നുന്നു. എല്ലാം ഒതുക്കി അടുക്കിയും ചിട്ടയോടെ ക്ലിയർ ആയിട്ടേ വെക്കൂ. അന്ന് മേടിച്ച മാലകൾ മുഴുവൻ ബാഗിൽ കയറ്റിയിട്ടുണ്ട്, മുഴുവൻ മാലകൾ. ഇതിലെന്താ? ആഹാ, ഇതിനെപ്പറ്റി പറയാനൊരു കഥയുണ്ട്. പൊട്ടാസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കൊടുത്ത സാധനം വാങ്ങിയിട്ട് 1 വർഷം കണ്ടായി. ഒരു പാക്കറ്റിന് 24 രൂപ എങ്ങാണ്ട. ഇതിങ്ങനെ കൊണ്ടു നടക്കുക എന്നല്ലാതെ കഴിക്കാറില്ല എന്നതാണ് ഒരു വസ്തുത. എന്താ? വൈറ്റമിൻ സിയുടെ എന്തോ ആണ്. ഇതെന്താണാവോ? ഇത് കഴുത്ത് കറക്കുമെന്ന് പറഞ്ഞിട്ട് എന്തോ മരുന്നൊക്കെ, വൈറ്റമിൻ്റെ മരുന്നൊക്കെ കഴിച്ച് കഴുത്ത് കറക്കുന്നു എന്ന് പറഞ്ഞിട്ട് മേടിച്ചൊരു ക്രീമാണ്. ഇത് പിന്നെ എൻ്റെ ആൻഡ്രാം റോളർ, അങ്ങനെയൊക്കെയുള്ളൂ. എന്ത് വൃത്തിയായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് രാവിലത്തേക്ക് വെച്ചിട്ട് കക്ഷി പോയി കിടന്നുറങ്ങി. ഇങ്ങനെയൊക്കെ ഊക്കാനൊക്കെ പറയുമെങ്കിലും വൃത്തിയും വെടുപ്പിൻ്റെ കാര്യത്തിൽ അവളെ കഴിഞ്ഞേ വേറെ ആളുള്ളൂ. OCD എന്നാണ് ഞാൻ വിളിക്കാറ്. ഇതൊക്കെയാണ് ആശാൻ്റെ ഐറ്റംസ്. വളരെ കുറഞ്ഞ സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. കാരണം ഞങ്ങൾ ജസ്റ്റ് ഒരു തുണി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വർക്കല വരാം എന്ന് വിചാരിച്ചതാണ്. അതിപ്പോൾ കന്യാകുമാരി എത്തി നിൽക്കുന്നു. ഇനി എന്താ പ്ലാൻ എന്നറിയില്ല. എല്ലാം സഡനായിട്ടുള്ള പ്ലാനുകളാണ് അപ്പോൾ തീരുമാനിക്കുന്നത്. അപ്പം വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആഹാ, കോട്ട് സാർ ഇതവിടെ വിശ്രമിക്കുന്നു. വെള്ളം സിപ്പ് ചെയ്ത് കുടിക്കുന്ന 2 പേരുടെയും ബോട്ടിലുകൾ പരസ്പരം ചുംബിച്ച് കിടന്നുറങ്ങണമെന്ന് തോന്നുന്നു. പൂക്കളമുള്ള അണ്ടർവെയർ ഇതൊക്കെ ഉണക്കി വെച്ചതാണ്. ഞാൻ ബാത്റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് താഴെ വീഴും, വെള്ളത്തിൽ വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ്. ഇന്നും ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ അന്നൊന്നും കഴുകിയില്ല, അവർക്ക് ഉറക്കം വരില്ല. സോക്സ് എല്ലാം കഴുകി വെച്ചു. ഇത് ഞാൻ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന അതും ഡെയിലി കഴുകിപ്പിക്കും. എൻ്റെ അവൾ കഴുകി കൊണ്ടുവയ്ക്കും. അല്ലെങ്കിൽ താരൻ വരും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് നമ്മുടെ OCD. ഇങ്ങനെയൊക്കെയാണ് അവളുടെ ഓരോ ശൈലികൾ. ഇത് കണ്ടോ, ഈ ബാഗ് ഇന്ന് മേടിച്ചതാണ്. അപ്പം കുറച്ച് നേരത്തെ രാത്രി മേടിച്ച ബാഗാണ്. അത് ഉദ്ഘാടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മേടിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്നലെ വർക്കലയിൽ മനാഫ് ടെക്സ്റ്റൈൽസ് വെഡ്ഡിങ്സിൽ പോയപ്പോൾ തലവെച്ച് കിടക്കാൻ വേണ്ടി, ട്രെയിനിൽ തലവെച്ച് കിടക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ് പോകും പുറത്ത് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട്. ഈ കവർ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ് പോകും എന്ന് പറഞ്ഞിട്ട് അത് വെക്കാൻ വേണ്ടി മാത്രം മേടിച്ചതാണ്. 150 രൂപ കൊടുത്തിട്ട്. ഇതാ ഈ ബിഗ് ഷോപ്പർ. പിന്നെ ഈ സാധനം, ഇത് മറ്റുള്ള ലഗേജുകളിൽ വെച്ചാൽ കളറ് പിടിക്കുകയോ അല്ലെങ്കിൽ വെള്ളമാവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ട് അതിന് പ്രശ്നം വരുമോ എന്നുള്ളത് കൊണ്ട് ഒതുക്കി സേഫായിട്ട് ഇതിൽ കൊണ്ടുവച്ചതാണ്. വെള്ള ഡ്രസ്സായതുകൊണ്ട്. ഇത് ചെറിയ പിള്ളേരെ കൊണ്ടു നടക്കുന്ന പോലെയാണ് ഇവിടെ കൊണ്ടു നടക്കുന്നത്. ഈ ഡ്രസ്സ്
ട്രെയിനിൽ നിന്നായാലും അവിടെ നിന്നായാലും എന്നെപ്പോലും തൊടാൻ അനുവദിക്കാറില്ല. അങ്ങനെ കൊണ്ട് നടക്കുന്നത്. ഇപ്പം സ്റ്റിച്ച് ചെയ്ത് മേടിച്ചുകൊണ്ട് വന്ന സമയം മുതൽ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുക. ഇനിയിപ്പം വീട്ടിലെത്തുന്നത് വരെ സേഫാക്കിയിട്ട് ലോക്കറിൽ അലമാരയിൽ വെക്കുന്നത് വരെ ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ടു നടക്കും. അത്രയും സൂക്ഷിച്ച് കൊണ്ടു നടക്കും. എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലുമൊക്കെ ആവുമോ എന്നുള്ള പേടിയിലാണ് പൊതിഞ്ഞ് ഭദ്രമാക്കിയിട്ട് ഈ പുതിയ സാധനത്തിനോട് വെച്ചിരിക്കുന്നത്. അതിനായിട്ടൊരു സഞ്ചിയും മേടിച്ചിട്ട്. എന്താല്ലേ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. 12 13 എന്തോ പീസുകളുണ്ട്. ഇതിപ്പം ഈ പഴയ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സുകൾ കഴുകിയിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ബാക്കിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം ചെറിയൊരു യാത്ര ആയതുകൊണ്ട് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ ഓരോന്നിനും ഓരോ വ്യക്തമായ കാഴ്ചപ്പാടുകളായിട്ട് ആ ചെറിയ യാത്രയ്ക്കായാലും ഇറങ്ങുക. കവറുകൾ എല്ലാം എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പരിപാടികളുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മുടെ കക്ഷിയുടെ ഓരോ കാര്യങ്ങൾ. ഇപ്പം ഞാൻ OCD എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ? കണ്ടില്ലേ ഡ്രസ്സുകളൊക്കെ ഒതുക്കി പെറുക്കി വെച്ചിരിക്കുന്നത്. സുഗന്ധദ്രവ്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം രാത്രി മേടിച്ചതാണ്. ഇതെവിടെ എടുത്ത് വയ്ക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. ഇത് പൊന്നും അവളും കൂടെ പണ്ട് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുമ്പം പൊന്നും എന്തോ ഛർദ്ദിച്ചെന്നോ എന്തോന്ന് പറഞ്ഞിട്ട് അതിലുള്ളൊരു ലേഡി അതിലെ സ്റ്റാഫ് ഗിഫ്റ്റ് ചെയ്തതാണ്. എയർ ഹോസ്റ്റസ് ഗിഫ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇപ്പം മെൻസസ് ആവും എന്നറിയുന്ന ഡേറ്റിൻ്റെ ഒരു 10-15 ദിവസം മുമ്പ് ഇപ്പോൾ ആവുമോ ഇപ്പോൾ സിഗ്നൽ കാണിക്കുമോ ഇപ്പോൾ ഫ്ലാഗ് കാണിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് പാഡുമായിട്ട് നടക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് പാഡ് എപ്പോഴും കയ്യിലുണ്ടാവും. ഇന്ന് മെൻസസ് ആവുമോ നാളെ മെൻസസ് ആവുമോ ഒരു വയറുവേദന തോന്നി അപ്പം തുടങ്ങും എനിക്ക് മെൻസസ്സായി. ഞാൻ മറ്റേ കിട്ടുണ്ണിയേട്ടൻ കുറേ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ മിണ്ടാതിരിക്കും. അതൊക്കെ എവിടേക്കോ എടുത്തു വയ്ക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അല്ലാതെ അങ്ങനെ കൃത്യമായിട്ട് ഒതുക്കി വയ്ക്കേണ്ട കാര്യമില്ല. പച്ച മഞ്ഞ വെള്ള ഹൽവ കളർ അവിയൽ പരുവത്തിൽ ഇതുവരെ നീ അവിടെ നടക്കുവോ? ചുമ്മാ ഇരിക്കേ എന്ത് കാണിക്കുന്നത്? എന്നെ ദ്രോഹിക്കുന്നു. പുതിയ സാധനം ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചു വന്നതുണ്ടോ ഇല്ലെന്ന് അറിയാതെ വന്നതാ. നീ എന്നൊരു അന്യഗ്രഹ ജീവിയോ? അഴിച്ചിട്ടല്ലേ നാട്ടുകാർ മുഴുവൻ നോക്കുന്നത്. ഭയങ്കര കാറ്റാ. ചുമ്മാ നമ്മുടെ ഡ്രസ്സിങ് എറണാകുളത്തെ ചൂട് കണക്കല്ല. ഇവിടെ കടൽക്കാറ്റ് ഭയങ്കര. നമ്മളുടെ ഭക്ഷണം കഴിക്കാൻ വായിൽ നാക്കൊക്കെ സാധാരണ ആൾക്കാർ കഴിക്കാൻ അടിച്ചു പോകും. കുട്ടിയായിട്ടുണ്ടാവും. സത്യതാണെങ്കിലും നാക്ക് മുഴുവൻ ഇതായി. ഞാൻ എന്താ കഴിച്ചൊരു പൂരി ഉച്ചയ്ക്ക് 1/4 ചപ്പാത്തി ഒരു സാധനം കഴിച്ചിട്ടില്ല. നാക്ക് കാണാൻ. ഇത് എനിക്ക് മേടിച്ചതാ. ഞാൻ എന്താ കഴിച്ചത് നോക്ക്. നിനക്ക് മേടിച്ചാൽ നീ തന്നെ കഴിക്കുന്നത്. നിന്റെ പ്ലേറ്റ് എൻ്റെ പ്ലേറ്റും കൂടെ കാണിക്കുക. ഞാൻ ഇതാക്കുന്നുണ്ടാവും. ഞാനിന്ന് 1/4 ചപ്പാത്തിയും ഒരു പൂരിയും. അല്ലാതെ ഞാൻ എന്താ കഴിച്ചത്? നീ എന്താ ചായ പറയാതെ? ഉറക്കം പോവും. രാത്രി ഉറക്കം കിട്ടില്ല. 3 മണിയാണ്ടേ ഉറക്കം കിട്ടൂല. ചായ പറഞ്ഞു ചായ പറയട്ടെ. ഉറക്കം കിട്ടൂടാ. നിന്റെ ഞാൻ പറയട്ടെ. നിന്റെ ചായ കൊണ്ട് ഞാൻ പറയട്ടെ. വയറ് ഒഴിച്ചിട്ടൊന്ന് വന്നേക്കാ. ഞാൻ അൽഫാം ക്യാൻസൽ ചെയ്ത് നെഞ്ചെടുപ്പായിരുന്നു എനിക്കറിയാം. ഒരൽഫാം പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യാൻ പോയി. വേണ്ട ഞാൻ കഴിച്ചോളാം. ഞാൻ നല്ല തണുത്ത് പിന്നെ ചെസ്റ്റ് പീസ് അല്ലെങ്കിൽ ചെസ്റ്റ് പീസ് ഇഷ്ടമല്ല ലെഗായിട്ടാണ്. സാറേ ഞാൻ കഴിച്ചോളാം. ഞാൻ ഓടിപ്പോയി ഓണറോട് പറഞ്ഞു. കാരണം നേരത്തെ വന്ന 2 പ്രാവശ്യം ജ്യൂസ് കുടിക്കേണ്ടെന്ന് പറഞ്ഞ പരിചയമുണ്ടല്ലോ. പുള്ളിയത് ക്യാൻസൽ ചെയ്ത്. അപ്പോൾ പറഞ്ഞ ക്യാൻസൽ ചെയ്യണ്ട ഞാൻ കഴിച്ചോളാം. വയറ് ഒഴിച്ചിട്ടങ്ങ് വന്നേക്കാണ്. ശരിയെന്ന് നേരത്തെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞത്.
നമ്മൾ ക്ലൈമറ്റിനനുസരിച്ചിട്ടും പോകുന്ന ഒക്കേഷനനുസരിച്ചിട്ടാണ് ഡ്രസ്സ് ചെയ്യേണ്ടത്. നമുക്ക് അയ്യോ, അതുകൊണ്ടാണ് ഇങ്ങനെ തണുപ്പ് കാറ്റ് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ മാക്സിമം കവർ ചെയ്യുക. പ്രത്യേകിച്ച് അറിയാത്ത സ്ഥലത്ത് പോകുമ്പോഴും അതുപോലെ ചെയ്യുക. ഏതെങ്കിലും വന്ന് കയറി പിടുത്തുന്ന പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടാകും, വെറുതെ നാളെ. അതുകൊണ്ട് മറ്റേ നമ്മൾ നാടിടാ, കൊച്ചി കേരളം നമ്മുടെ നാടല്ലേ, നാട്ടിരിഞ്ഞ് പൊളകുന്നു. നിനക്ക് മുളക് പൊടി കലക്കി തിന്നാനും ഇതാക്കുമല്ലേ? എരിവില്ല, പക്ഷെ അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഉറക്കം പോവും. അതും കൊണ്ടുപോയി എല്ലാവരും ചായ കുടിച്ചായിരുന്നു, ഉറക്കം പോവും. അതുകൊണ്ടല്ലോ ഇഞ്ചിയില്ല, നേരത്തെ ഉള്ള നല്ല അടിപൊളി ഇഞ്ചി ചായ. രാവിലത്തെ അപ്പുറത്തെ ചായ വൈക്കുള്ളൂല്ലായിരുന്നു, എനിക്ക് ഛർദ്ദിക്കാൻ തോന്നി. പല കളർ ഡ്രസ്സല്ലേ. കേരളത്തിൽ പോലും ഇത്ര നല്ല ചിക്കൻ കറി കിട്ടൂല കേട്ടോ, അടിപൊളി. ആ ചിക്കൻ കറി ഭയങ്കര അടിപൊളി ക്വാളിറ്റി ആട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. മറ്റേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട, പൊളി പൊറോട്ട. ഇപ്പത്തെ 3 മണിയായടാ, 2 മണിയായ 3 അടിപൊളി. ഇത്രയും നമ്മൾ വൈകുന്നേരം ഇവിടെ വരുമ്പോൾ ഒരുപാട് ഷോപ്പുകൾ ഇങ്ങനെ ഒരുപാട് ഐറ്റംസുമായിട്ട് ഇങ്ങനെ നിരയായിട്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈസി ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഷോപ്പിലുള്ള കണക്ക് കസ്റ്റമേഴ്സ് വേറെ എവിടെയും ഇല്ല കേട്ടോ. കാരണം ഇവിടുത്തെ ഫുഡിൻ്റെ ഇതാണെങ്കിലും മീൻകറി, ഉച്ചകളത്തെ മീൻകറി അടിപൊളി അല്ലല്ലോ ഇരുന്നാ. വൈകുന്നേരത്തെ മീൻകറി ഞാൻ ആ പാതി ചപ്പാത്തി എങ്കിലും തിന്നത് അങ്ങനെയാണ്. ആ ഒരു മീൻകറിയുടെ ടേസ്റ്റ് കൊണ്ട് അത്ര പാതി ചപ്പാത്തിയും തിന്നത്. ഉച്ചയ്ക്ക് വന്നാൽ ഇവിടെ നമുക്ക് കേരള റൈസ് കിട്ടും, അതേപോലെ പൊറോട്ടയും നല്ല ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും നാളെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നല്ലോ 9 മണിക്കുള്ള ട്രെയിൻ കിട്ടുള്ളൂ. എരി ഇല്ല, പക്ഷേ എൻ്റെ നാക്കിൻ്റെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ പോയിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ 9 മണിക്ക് വെക്കേറ്റ് ചെയ്യണം. നമ്മൾ 9 മണിക്ക് തന്നുണ്ടാവും. അവരോടും അവരോട് ഉറങ്ങും നല്ലതെന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാൻ. ലൈവായിട്ട് അടിക്കുന്നത്, അപ്പം അത് തീരുന്നത് വരെ ആൾക്കാരുണ്ടാവുമല്ലേ അവർക്ക്. അത് ചെയ്യില്ല. നീ ഒരു കടയും ഇല്ല, വെറുതെ തിരിച്ചേറി പോവേണ്ടി വരുമെന്ന് പറഞ്ഞ് വന്നതല്ലേ. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇവിടെ എന്തോ പ്രശ്നമായിരുന്നു, രാത്രി കടകളൊന്നും ഇല്ലായിരുന്നു, പെർമിഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ വരുമ്പോൾ ഇവിടെ നിന്ന് കഴിക്കാറുണ്ടോ? അവരൊക്കെ എല്ലാ പ്രാവശ്യവും എല്ലാ ഇതിലും ഇവിടെ വരാറുണ്ട്, സീസണിലെല്ലാം. മറ്റേ എന്താണ് പിൽഗ്രിം ടീംസിനെയും കൊണ്ട് അവർ ഇവനൊക്കെ വരാറുണ്ട്. നീ എത്ര ട്രിപ്പ് വരും ഒരു വർഷം? ഇവിടെയോ? അറിയില്ല, എനിക്ക് തമിഴ്നാടും തമിഴ് ഭാഷയും അവരുടെ സംസ്കാരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്ത് ട്രിപ്പ് ഉണ്ടെങ്കിലും ഞാൻ തമിഴ്നാട്ടിലേക്ക് ഓടും. നിങ്ങളിവിടെ ത്രിവേണിയിലല്ലേ താമസിക്കുന്ന ആ സമയത്തൊക്കെ? ഞങ്ങൾ പുള്ളിനോട് സംസാരിച്ചു നോക്ക്. അടുത്ത ട്രിപ്പ് വരുമ്പോഴത്തേക്കും ഗസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ കമ്മീഷൻ സംസാരിച്ചു നോക്ക്. ബിസിനസ് സംസാരിക്കടാ, പോയി ബിസിനസ് സംസാരിക്കുക. അടിപൊളിയില്ല, ഒരു കറി വെച്ച് 2 പേരും കൂടി. ഓൾറെഡി ഞാൻ അല്പം പറഞ്ഞത് ക്യാൻസൽ ചെയ്ത്, അത് അപ്പോഴത്തേക്കും കൊണ്ടും തന്നു. അങ്ങനെ ഉറക്കത്തിൽ കിടന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം കഴിച്ചു തിരിച്ചു. ഇതാണ് താമസിച്ച സ്റ്റേ ചെയ്ത ഹോട്ടൽ. ഇങ്ങനെ രാവിലെ ഇതാ എല്ലാം പറക്കി കെട്ടി ഇറങ്ങി. ട്രെയിന് 9:25 നെഞ്ച് കത്തി അപ്പൊ ആ എവിടെ കിടന്ന് ബഹുണ്ടാക്കിയ സമയത്ത് എനിക്ക് നന്നായി പോലെ ആ അടിപൊളി കറക്റ്റ് മാച്ചിങ് ആയില്ലേ അതില് പോ കീറി പോയാലും അത്രയ്ക്ക് ഇത്രയുണ്ട്.